ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. ഏത് നീക്കവും നേരിടാൻ കര, വ്യോമ, നാവികസേനകൾ സജ്ജമാണ്. തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ ലാൻസ് നായിക് ദിനേശ് കുമാർ വീരമൃത്യു വരിച്ചു. പ്രദേശവാസികളായ 13 പേരും കൊല്ലപ്പെട്ടു. പഞ്ചാബ് അതിർത്തിയിലും സേനാവിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അജിത് ഡോവലുമായി പാക് സുരക്ഷാ ഉപദേഷ്ടാവ് സംസാരിച്ചുവെന്ന് അവകാശപ്പെട്ട് പാക് വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാഗേഷ്, പാക് പ്രകോപനം തുടരുന്നു എന്നതാണല്ലോ ഏറ്റവും ഗൗരവത്തോടെ ഇന്ത്യ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിന്ദൂരിന് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ സൈന്യം വെടിയുതിർക്കുന്ന പശ്ചാത്തലം. ഏത് നിലയിലാണ് അതിർത്തി പ്രദേശങ്ങൾ ഇന്ത്യ സുരക്ഷിതമാക്കിയിട്ടുള്ളത്? എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ? അഭിലാഷ്, നിർണായകമായ ഒരു രാത്രിയാണ് കടന്നുപോയത്. കാരണം ഇന്നലെ പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടപ്പാക്കിയത്. പാക് അധീന കശ്മീരിലെ 5 ഭീകരത്താവളങ്ങൾ, പാകിസ്ഥാനിലെ 4 ഭീകരത്താവളങ്ങൾ, അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഒപ്പം ലഷ്കർ-ഇ തയ്യബയുടെ, ഹിസ്ബുൾ മുജാഹിദിന്റെ അങ്ങനെ താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള നീക്കം ഇന്ത്യ നടത്തിയത് ഇന്നലെ പുലർച്ചെയാണ്. അതിനുശേഷമുള്ള രാത്രിയാണ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒക്കെ തന്നെ അതിർത്തിയിലെ സാഹചര്യം, ഏതെങ്കിലും തരത്തിലുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന കാര്യമൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാരണം ഇന്നലെ ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിർത്തിയിൽ ഷെല്ലാക്രമണം അടക്കം നടന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ അത് വലിയ രീതിയിൽ വ്യാപകമായി തന്നെ പാകിസ്ഥാൻ അത്തരത്തിൽ ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായ ആക്രമണം നടന്നിട്ടുള്ള മേഖല എന്ന് പറയുന്നത് പൂഞ്ച് മേഖലയാണ്. പൂഞ്ച് മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി, കെട്ടിടങ്ങളിലേക്ക് ആക്രമണം നടത്തി. അങ്ങനെ ആ പ്രദേശത്തൊന്നാകെ ആക്രമിക്കുന്ന ജനവാസ മേഖലയിൽ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്കായിരുന്നു പാക് സൈന്യത്തിന്റെ പ്രകോപനം. സമാനമായ രീതിയിൽ ഉറി സെക്ടറിലടക്കം, അങ്ങനെ ജമ്മു മുതൽ ഏതാണ്ട് വടക്കൻ കശ്മീർ, ബാരാമുള്ള, കുപ്വാര സെക്ടർ വരെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം അവിടെ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഗുരുദ്വാരകൾ ലക്ഷ്യം വെച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രകോപനം ആ മേഖലയിൽ ഉണ്ടായി. 13 പേർ അവിടെ കൊല്ലപ്പെട്ടു. കുട്ടികളടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൈനികൻ കൊല്ലപ്പെടുന്നത്, വീരമൃത്യു വരിക്കുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ അതിർത്തിയിലെ ഇത്തരത്തിൽ പ്രകോപനത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ എന്താണ് പാകിസ്ഥാൻ അതിർത്തിയിലെ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുകൂടി ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. കാരണം ഇന്നലെ പാക് സുരക്ഷാ സമിതി ചേരുകയും അതിനുശേഷം പാകിസ്ഥാൻ വ്യക്തമാക്കിയത് സൈന്യത്തിന് തിരിച്ചടി നൽകാൻ പൂർണ്ണ അവകാശം നൽകിയെന്നാണ്. പാക് ദേശീയ അസംബ്ലിയിലും സമാനമായ രീതിയിലുള്ള പ്രതികരണം പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഒരു നീക്കം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്തരമൊരു നീക്കം ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ലാഹോറിൽ പാക് സൈന്യം വിന്യാസം കൂട്ടിയിട്ടുണ്ട്. അവിടെ കൂടുതൽ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നു ലാഹോറിൽ എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ലാഹോർ. ഏതാണ്ട് 30 കിലോമീറ്റർ താഴെ മാത്രമാണ് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് അമൃത്സറിനടക്കം ഈ പ്രദേശത്തേക്കുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പഞ്ചാബിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്, അതിർത്തിയിൽ വിന്യാസം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് സർക്കാരിൻ്റെതായ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ അവധി റദ്ദാക്കിയിട്ടുണ്ട്. മറ്റു ചില സുരക്ഷാ മുൻകരുതലുകൾ കൂടി പഞ്ചാബിൽ നൽകിയിട്ടുണ്ട്. കാരണം പഞ്ചാബിൽ ഇത്തരം സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഇത്തവണ ഒരു സ്ട്രാറ്റജി മാറ്റുന്ന രീതിയാണ് ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ പാക് അധീന കശ്മീർ മാത്രമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് മാറി പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങൾ, ഭീകരത്താവളങ്ങൾ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ നീങ്ങി. അത് ഈ പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിൽ സേനാ വിന്യാസം കൂട്ടിയിട്ടുള്ളത്. കാരണം പഞ്ചാബും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്ട് 450 കിലോമീറ്റർ വരും. ഇന്ത്യ പാക് അതിർത്തി ഏതാണ്ട് 3200 കിലോമീറ്റർ ആണെങ്കിൽ അതിൽ തന്നെ 450
250 കിലോമീറ്റർ എന്ന് പറയുന്നത് പഞ്ചാബ് അതിർത്തിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അതായത് രാകേഷ് ഈ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇന്ത്യക്കുള്ള തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ആണ്. അതിന്റെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ രാകേഷ് സൂചിപ്പിച്ച ഈ പൂഞ്ച് സെക്ടർ തന്നെ പരിശോധിച്ചാൽ അവിടെ ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് കൂടുതൽ അനുകൂലമാകുന്ന, അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ആക്രമണങ്ങൾ പലപ്പോഴായി ഉണ്ടാകാറുമുണ്ട്. പക്ഷേ അതെല്ലാം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ നിലയിൽ ചെറുത്തു നിൽക്കാറുണ്ട്, തിരിച്ചടിക്കാറുണ്ട്. പലപ്പോഴും വലിയ ആൾനാശങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിക്കാറുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ രാകേഷ്, ഇത് വ്യത്യസ്തമാണ്. അതായത് അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമവാസികളെ ലക്ഷ്യമിടുന്നു. അവിടെ നിന്ന് കൂട്ടത്തോടെ ആളുകൾ കൊഴിഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ളവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഭീരുക്കളെ പോലെ പെരുമാറുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം. അതിനെയാണല്ലോ ഇന്ത്യ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടി വരുന്നത്. ആ നിലയിൽ ഈ അതിർത്തി മേഖലകളിൽ നിന്നടക്കം ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നുണ്ടോ? അത്തരം നീക്കങ്ങൾ കൂടി ഇന്ത്യ നടത്തുന്നുണ്ടോ? അഭിലാഷ്, ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. കാരണം അത് ഒരിക്കലും ജനവാസ കേന്ദ്രത്തിലേക്കല്ല ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്, പാകിസ്ഥാന്റെ സൈനിക താവളത്തിലേക്കല്ല ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്, മറിച്ച് ഭീകര താവളങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ തിരിച്ചൊരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു പ്രദേശം ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, അത് ജമ്മു മുതൽ കശ്മീർ വരെയുള്ള നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ പലയിടത്തും ജനവാസ മേഖലകളാണ്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ സാധാരണഗതിയിൽ വെടിവെപ്പാണെങ്കിൽ ഇപ്പോൾ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി ആളുകളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമണം നടത്തുകയാണ്. കാരണം വീടുകളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ കത്തി ചാമ്പലാവുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പരമാവധി ഇന്ത്യൻ ഭാഗത്ത് ആൾനാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ആദ്യമായല്ല പാക് പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന്, പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കം നടത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ അതിർത്തി നിയന്ത്രണ രേഖയിലെ ചില മേഖലകളിലെങ്കിലും ഇന്ത്യൻ പ്രദേശം താഴ്ന്നും പാക് പ്രദേശം മുകളിലുമായാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു ആനുകൂല്യം പാക് പട്ടാളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില കാഷ്വാലിറ്റികൾ വരുന്നതെന്ന് കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ ആളുകളെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് സൈന്യം ഇത്തരത്തിൽ നീക്കം നടത്തുന്നത്, വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി ലംഘിക്കുന്നത് അതിഗൗരവത്തോടു കൂടി തന്നെ സൈന്യം കാണുന്നുണ്ട്, കേന്ദ്രം കാണുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ആക്രമണം ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഇതായിരിക്കില്ല ഇന്ത്യയുടെ മറുപടി എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് 21 ക്യാമ്പുകളുടെ പട്ടികയാണ് അത് കാണിച്ചത്. അതിൽ തന്നെ സർക്കാർ പറയുന്നത്, സൈന്യം പറയുന്നത് 9 ഭീകര ക്യാമ്പുകൾ തകർത്തു എന്നാണ്. അപ്പോൾ അവശേഷിക്കുന്ന 12 ക്യാമ്പുകളുണ്ട്. അത് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. ഈ ഭീകരർക്കെതിരായ നടപടി ഇനിയും ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. സർക്കാരും അത്തരത്തിൽ രണ്ടാം ഘട്ടം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന സൂചന കൂടി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റൊരു കാര്യം എന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വാർത്തകളിലടക്കം ഉൾപ്പെടുത്തിയതാണ് ഈ ഭീകര താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം, അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം. ഇതിനിടയിലാണല്ലോ ഇന്ത്യയിലെ ഗുരുദ്വാരകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ചില ആക്രമണങ്ങൾ. അപ്പോൾ അത് വളരെ കൃത്യമായി പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കുക, അത് മതപരമായ വികാരം തന്നെ. അവിടുത്തെ ജനസംഖ്യയുടെ പ്രത്യേകത നമുക്കറിയാം, അവിടെ മെജോറിറ്റി ആയിട്ടുള്ള വിഭാഗത്തെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നു, ഇതര വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളിലടക്കം ആക്രമണം നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വികാരം സൃഷ്ടിച്ചെടുക്കുക പാകിസ്ഥാനിൽ. അതിനുള്ള കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കം കൂടി പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് വേണമോ ആ ആക്രമണത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ, രാകേഷ്? അതേപോലെ ഈ പൂഞ്ച് ഉറി സെക്ടറിലാണ് ഈ ഗുരുദ്വാരകൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട 13 പേരിൽ ഈ 3 പേർ ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ, അതായത് സൈനികർക്ക് പുറമെ ഇന്ത്യൻ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു മരണസംഖ്യ കൂട്ടുക അല്ലെങ്കിൽ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധനാലയ കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുമായി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് പഞ്ചാബ്, ഒപ്പം തന്നെ
പഞ്ചാബിന്റെ സിഖ് വംശജരാണ് കൂടുതൽ എന്നുള്ള കാര്യമൊക്കെ അറിയാം. മാത്രവുമല്ല പാകിസ്ഥാനും ഒപ്പം തന്നെ സിഖുകാരും തമ്മിലൊരു ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പലപ്പോഴായി പല കാലങ്ങളിലായി ഉള്ളത് തന്നെയാണ്. അങ്ങനെ പല കാരണങ്ങളൊക്കെ കൂടി കൂട്ടിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ